ഡേ ഇത് വായിര് സമൂസയല്ല സാംസങ്. കുറേ പേര് പറഞ്ഞുകൊണ്ട് നടന്നു എന്നെ സാംസങ്ങിന് വേണ്ട എന്ന്. കഴിഞ്ഞ ദിവസം നമുക്ക് വന്ന സാധനങ്ങളാണ്. എല്ലാം കൂടി ചേർത്ത് ഒരു 3 ലക്ഷം രൂപയ്ക്കകത്തുള്ള സാധനങ്ങളുണ്ട്. ഓരോന്നായിട്ട് അൺബോക്സ് ചെയ്ത് നോക്കാം. ഞാൻ ആദ്യം തന്നെ പറഞ്ഞുതരാം എന്തൊക്കെയാണ് പ്രോഡക്റ്റ് നമുക്ക് സാംസങ് അയച്ചു തന്നെന്നുള്ളത്. സാംസങ് ആദ്യം അയച്ചു തന്നത് ഇത് സാംസങ്ങിൻ്റെ ഫ്രീ സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്ടറാണ്, കിഡ്ലം പ്രൊജക്ടറാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സാംസങ്ങിൻ്റെ 54 ഇഞ്ചിൻ്റെ QLED TV ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മളിത് അൺബോക്സ് ചെയ്യുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ, ഡീറ്റെയിൽഡ് വീഡിയോ വേറെ വരും. ഇന്ന് നമുക്ക് അൺബോക്സ് ചെയ്തതിൻ്റെ എക്സ്പീരിയൻസ് മൊത്തം നോക്കാം. ഓക്കെ, എന്തോ സാംസങ് നമ്മളെ വീണ്ടും കൊണ്ടുവന്നതല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ്. ആദ്യം നമുക്ക് കുട്ടി പ്രോഡക്റ്റ് തന്നെ നോക്കാം. ആദ്യത്തെ നമ്മുടെ സാംസങ്ങിൻ്റെ പ്രൊജക്ടർ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്വാളിറ്റിയിൽ കുറച്ചുകൂടി സ്മൂത്തായിട്ട് ഈ സാധനങ്ങളെല്ലാം കൊറിയന്ന് വന്നെന്നാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. കുറേ കാര്യങ്ങളൊക്കെ കൊറിയനിലാണ്. ഇതിൻ്റെ അകത്തുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ഭയങ്കര വലിയൊരു ഡിസൈൻ ഫാക്ടറി തന്നെ ഈ സാംസങ്ങിൻ്റെ ഫ്രീ സ്റ്റൈൽ പ്രൊജക്ടേഴ്സിൻ്റെ അകത്തുണ്ട്. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ആണെന്നുള്ളത്. ഓപ്പൺ ആക്കുമ്പോൾ ക്യുക്ക് ഗൈഡ് സെറ്റപ്പിൻ്റെ ഒരു പേപ്പറുണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഒരു പെട്ടിയാണ്. ഇതിൻ്റെ അകത്ത് എന്താണെന്ന് നോക്കാം. നമുക്ക് സാംസങ്ങിൻ്റെ അഡാപ്റ്ററാണ് കിട്ടുന്നത്. ഒരു സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് എന്ന് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. പിന്നീട് നമ്മുടെ Type C to Type C കേബിൾ. ഓക്കെ, ഇതെവിടെ ഇരിക്കട്ടെ. ബാക്കി സാധനങ്ങളെല്ലാം നമുക്ക് പെട്ടിക്കകത്തേക്ക് കയറ്റി അടച്ചു വയ്ക്കാം. കുറേ പേര് പറഞ്ഞുകൊണ്ട് നടന്നതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. സാംസങ് എന്നെ കറുത്ത ലിസ്റ്റിലാക്കി എന്ന്. ആക്ച്വലി അങ്ങനെ ആക്കിയിട്ടില്ല. നമുക്ക് കുറേ പേരുടെ അടുത്തൊന്ന് പണി കിട്ടിയതാണ്. ഞാൻ പിന്നീട് മനസ്സിലാക്കി. പിന്നീട് നമ്മൾ സാംസങ്ങുമായിട്ട് സംസാരിച്ചു. ആൻഡ് അപ്പോൾ അവരെന്ത് ചെയ്തു, നമുക്ക് ഇങ്ങനെ കുറച്ച് അടിപൊളി സാധനങ്ങൾ അയച്ചു തന്നു, വെറൈറ്റി സാധനങ്ങൾ. യെസ്, ഇതാണ് നമ്മുടെ സാംസങ് ഫ്രീ സ്റ്റൈൽ എന്ന് പറയുന്നത്. ഇതിൻ്റെ ലുക്ക് നോക്കിയേ. ഇതിൻ്റെ മേളിലത്തെ ഡപ്പ ഊരിക്കഴിഞ്ഞാൽ നമ്മുടെ ആ ലെൻസ് വരും, അതായത് പ്രൊജക്ടറിൻ്റെ ലെൻസ്. ഇതിനെ നമുക്ക് ഏത് ആംഗിളിൽ വേണമെങ്കിലും അറേഞ്ച് ചെയ്ത് വെക്കാം. പുറകിലായിട്ട് സ്പീക്കറുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ തൊട്ട് താഴെയായിട്ട് സാംസങ്ങിൻ്റെ ബ്രാൻഡിങ് ഉണ്ട്. നമുക്ക് വരുന്ന പോർട്ടുകൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു മിനി HDMI പോർട്ട്, ഒരു മൈക്കിൻ്റെ ഓൺ ഓഫ് പോർട്ട്, പിന്നീട് നമ്മുടെ Type C, ഇത്രയാണ് വരുന്നത്. പിന്നെ ഇത് എനിക്ക് തോന്നുന്നു സെൻസേഴ്സോ മൈക്രോഫോണോ എന്തൊക്കെയാണ്, ഓരോ ചെറിയ ഓട്ടോ ഉണ്ട്. അപ്പോൾ കണ്ടല്ലോ, ഇതാണ് നമ്മുടെ സാംസങ് ഫ്രീ സ്റ്റൈൽ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എങ്ങനെയൊക്കെ വെക്കണോ അങ്ങനെയൊക്കെ വെക്കാനായിട്ട് പറ്റും. ലൈക്ക് ആക്ച്വലി നിങ്ങളുടെ വീട്ടിന് ഭയങ്കര വലിയൊരു മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് കേട്ടോ സാംസങ് കൊടുത്തിട്ടുള്ളത്. സാംസങ്ങിൻ്റെ ഡിസൈനിങ് പറയാതിരിക്കാൻ വയ്യ, വേറെ ലെവലിൽ തന്നെയാണ്. ഇതാണ് സാംസങ് ഫ്രീ സ്റ്റൈലിൻ്റെ റിമോട്ട് കേട്ടോ. നല്ല രസമുണ്ട്. നമുക്കിങ്ങനെ ഒരു ബഡ്ജ് പോലെ വന്നിട്ടുണ്ട്. അതിൽ നമ്മളിങ്ങനെ താഴേക്ക് മുകളിലേക്കൊക്കെ ഇങ്ങനെ ആക്കണം. വോളിയം കൂട്ടാനും അതുപോലെ തന്നെ ചാനൽ മാറ്റണമെങ്കിലോ എന്തൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിലും. ആൻഡ് ഒരു LED ലൈറ്റ് ഇവിടെ കത്തുന്നുണ്ട്. നമുക്കിത് ഓണാക്കി നോക്കാം. സാംസങ്ങിൻ്റെ ഫ്രീ സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്രൊജക്ടറാണ് നമ്മൾ അൺബോക്സ് ചെയ്തത്. അൺബോക്സ് ചെയ്തത് മാത്രമായിരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, ഇവന് മൊത്തത്തിലൊരു മാറ്റം ഉണ്ടല്ലോ, മുടിയും താടിയൊക്കെ പോയി, എന്താണ് സംഭവിച്ചത്? 3 പ്രോഡക്റ്റ് അൺബോക്സ് ചെയ്യാനുണ്ടായിരുന്നല്ലോ. ഒരു ചെറിയ ഫ്ലാഷ് ബാക്ക് പറഞ്ഞുതരാം. ആക്ച്വലി ഈ പ്രൊജക്ടർ നമ്മൾ അൺബോക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ കയ്യിൽ TV ഉണ്ടായിരുന്നു. ഈ ഫ്രെയിം TV വെക്കാനായിട്ട് കുറച്ച് പാടാണ്. അത് ഇൻസ്റ്റാളേഷന് സാംസങ്ങിൻ്റെ സർവീസ് സെൻറ്ററിൽ നിന്ന് ആൾ വരണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഒരാഴ്ച വെയിറ്റ് ചെയ്തു. ആൻഡ് നമ്മുടെ ഫ്രെയിം TV നമ്മൾ നമ്മുടെ ഹാളിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് വൺ ഓഫ് എ കൈൻഡ് TV. എൻ്റെ ദൈവമേ, ഒരു രക്ഷയില്ല. അതായത് ഇന്നോവേറ്റീവ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണത്. അത് ഞാൻ ഇപ്പം നിങ്ങൾക്ക് എന്തായാലും റിവീൽ ചെയ്ത് തരില്ല, ഒരു ചെറിയൊരു ഗ്ലിംസ് കാണിച്ചു തരും, അത്ര മാത്രമേ ഉള്ളൂ. ആൻഡ് നമ്മൾ ഇതിൽ എസ്പെഷ്യലി നോക്കാൻ പോകുന്നത് ഈ ഒരു പ്രൊജക്ടറാണ്. നിങ്ങളുടെ ലൈഫ് കംപ്ലീറ്റ്ലി മാറ്റാൻ കേപ്പബിൾ ആയിട്ടുള്ള പ്രൊജക്ടറാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് നമുക്ക് എങ്ങനെ വേണോ എടുത്ത ആംഗിൾ, ഏത് ആംഗിളിൽ വേണോ നിങ്ങൾക്ക് വെക്കാൻ പറ്റും. എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ചെയ്യേണ്ടത് ടേൺ ഇറ്റ് ഓൺ മീൻസ് നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സീരീസ്, ഷോസ്, സിനിമ, കാർട്ടൂണ് എന്ത് വേണമെങ്കിലും ഏത് വോളിലും എവിടെ വേണമെങ്കിലും പ്രൊജക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള TV ഷോ ഈവൻ നിങ്ങൾക്ക് റൂഫിൽ പ്രൊജക്റ്റ് ചെയ്തിട്ട് വരെ എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. ഞാനിപ്പോൾ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള മിസ്റ്റർ ബീൻ ആനിമേറ്റഡ് സീരീസ് എൻ്റെ വീടിൻ്റെ റൂഫിൽ അല്ലെങ്കിൽ എൻ്റെ വീട്ടിൻ്റെ അറ്റത്ത് ഞാൻ പ്രൊജക്റ്റ് ചെയ്തിട്ടാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഷോ ഞാൻ എൻജോയ് ചെയ്യുന്നത്. ദിസ് ഈസ് ഇൻക്രെഡിബിൾ. ലൈക്ക് ഈ ഒരു പ്രൊജക്ടർ, ലുക്ക് അറ്റ് ദ കളേഴ്സ്. ആ കളർ തന്നെ നിങ്ങൾ നോക്ക്, രക്ഷയില്ലാത്ത കളേഴ്സാണ്. അതായത് അവിടെ ഒരു പ്രൊജക്ടറാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇത് കംപ്ലീറ്റ്ലി അവിടെ ഒരു TV വെച്ചിരിക്കുന്നു. ആ TV നമുക്ക് കാണുന്ന അതേ ഫീലിൽ
ലൈക്ക് പ്രൊജക്ടേഴ്സ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് എപ്പോഴും തോന്നും പ്രൊജക്ടർ അത് ഒരു ലൈറ്റ് വന്നടിച്ചിട്ട് അങ്ങനെ ഇങ്ങനെ കാണാൻ പറ്റുന്നു. നോക്കുക ക്വാളിറ്റി നോക്കുക, കളറുകൾ നോക്കുക, സീരിയസ്ലി എന്തോന്നടേ ഇത്. അപ്പോൾ നിങ്ങൾക്ക് പ്രീമിയം അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഈ ക്വാളിറ്റി നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ. ലൈക്ക് എന്തുമാത്രം വൈബ്രൻ്റ് ആണ്. അതിൻ്റെ അകത്തുള്ള ഡീറ്റെയിൽസ് നോക്കുക. എൻ്റെ ദൈവമേ, അതിൻ്റെ അകത്ത് വെള്ളം വന്ന് വീഴുന്ന സമയത്തും ആ ഡൈനാമിക് റേഞ്ച് കണ്ടോ. അതായത് ഇതിനകത്ത് HDR10 സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 550 ലുമിൻസ് ആണ് ഇതിൻ്റെ ബ്രൈറ്റ്നസ് ലെവൽ എന്ന് പറയുന്നത്. ഓ മൈ ഗോഡ്, എൻ്റെ ദൈവമേ. അതുപോലെ തന്നെ 360 ഡിഗ്രി സൗണ്ട് ഉണ്ട്. അതായത് ഇതെവിടെയെങ്കിലും പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സൈഡിൽ നിന്നാണ് സൗണ്ട് വരുന്നതെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല. ഒരു 360 ഡിഗ്രിയിൽ നിങ്ങൾക്ക് സൗണ്ട് ഫീൽ ചെയ്യും. അതുമാത്രമല്ല, നിങ്ങൾക്ക് എവിടെ വേണോ വയ്ക്കാൻ പറ്റും. നിങ്ങൾ ആംഗിൾ ചരിച്ച് വെക്കേണ്ട, നിങ്ങൾ ചരിവുണ്ടോ നോക്കണ്ട, എല്ലാം ഈ പ്രൊജക്ടർ തന്നെ അലൈൻ ചെയ്തോളൂ. ഓട്ടോമാറ്റിക്കലി പ്രൊജക്ടർ തന്നെ എല്ലാം സെറ്റ് ചെയ്തോളൂ. ഇത്രയും കോമ്പാക്റ്റ് ആയിട്ടുള്ള സൈസിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ കുറേ കൺട്രോൾസും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നീട് ക്യാമറ വരുന്നുണ്ട്, ഓട്ടോമാറ്റിക്കലി ഫോക്കസ് ഒക്കെ അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് മൈക്രോഫോൺ വരുന്നുണ്ട്. ബിക്സ്പിയും അതുപോലെ തന്നെ ആമസോൺ അലക്സയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് വോയിസ് അസിസ്റ്റൻ്റ് ആയിട്ട്. ഓക്കെ, അപ്പോൾ അത്രയും ഫീച്ചേഴ്സ് ഉള്ളൊരു സാധനമാണ്. ആൻഡ് എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ക്വാളിറ്റി ഒരു രക്ഷയില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ മാനത്തോട്ടൊക്കെ വേണമെങ്കിൽ പ്രൊജക്റ്റ് ചെയ്തിട്ട് സിനിമ ആസ്വദിക്കാൻ പറ്റും. നിങ്ങൾക്കിപ്പോൾ ഒരു വാള് തന്നെ വേണമെന്നില്ല. ഏത് കോമ്പാക്ട് സൈസ്, അതായത് നിങ്ങളുടെ വീട്ടിനകത്തൊരു ചെറിയ ചുമരാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. പിന്നെ നമ്മുടെ സാംസങ് TVക്കകത്തുള്ള ഇൻ്റർഫേസ് ആണ് ഇതിനകത്ത് വരുന്നത്. ഒരു സ്മാർട്ട് TV കാര്യങ്ങളെല്ലാം, ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട്. സാംസങ്ങിൻ്റെ ലൈവ് TV വരുന്നുണ്ട്. എല്ലാ പരിപാടികളും ഉണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. സൂപ്പറാടാ.